ഒരു സർക്കാരിനെ ആകെയും പ്രതിസന്ധിയിലാക്കുന്നതിൽ മുഖ്യ കാരണമായ അതുവരെ ഉണ്ടായിരുന്ന മുന്നണി സംവിധാനങ്ങളെ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് പുതിയ മുന്നണി സമവാക്യങ്ങൾ ഉണ്ടാകാൻ കാരണമായ ഒന്നായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ബാർകോഴ ആരോപണം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് KM മാണിക്കെതിരെ ഉയർന്ന ബാർകോഴ ആരോപണത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കാലം ഒരുപാട് മുന്നേക്ക് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ബാർകോഴ ആരോപണം കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചാ വിഷയമാവുകയാണ്. പക്ഷേ ഇവിടെ കുറ്റാരോപിതരായി നിൽക്കുന്നത് രണ്ടാം പിണറായി സർക്കാരും എക്സൈസ് മന്ത്രി MB രാജേഷുമാണ്. പുതിയ മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും ബാർകോഴ ആരോപണം തലപൊക്കി വരുന്നത്. പുതിയ ബാർകോഴ ആരോപണമാണ് ഇന്നത്തെ കാര്യം. മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ ബാർ ഉടമകൾ കോഴ നൽകണമെന്ന് കാണിച്ച് സംഘടനാ നേതാവ് തന്നെ പുറത്തുവിട്ട ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ ബാർകോഴ ആരോപണത്തെ കൂടുതൽ സജീവമാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ ബാർകോഴ ആരോപണത്തിന് കാരണമായിരിക്കുന്നതും ഈ ശബ്ദ സന്ദേശമാണ്. പുതിയ മദ്യനയം ചർച്ചയാകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ പാലാരിവട്ടത്താണ് ബാർ ഉടമകളുടെ യോഗം ചേർന്നത്. ഈ യോഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നത്. സംഘടനയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള അനിമോൻ്റെ ശബ്ദ സന്ദേശമാണ് ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. ഡ്രൈ ഡേ ഒഴിവാക്കുക, ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടുക തുടങ്ങി നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളായിരുന്നു ബാർ ഉടമകൾ മുന്നോട്ട് വെച്ചിരുന്നത്. ബാർ ഉടമകൾ മുന്നോട്ട് വെച്ചിരുന്ന ഈ ആവശ്യങ്ങളെ പരിഗണിച്ചുള്ള പുതിയ മദ്യനയമാണ് പരിഗണനാ വിഷയമായിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരികയും ബാർകോഴ ആരോപണം വീണ്ടും സജീവമാവുകയും ചെയ്തത്. നേരത്തെ എന്നതുപോലെ തന്നെ ഇത്തവണയും ബാർകോഴ ആരോപണം കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വന്നു കഴിഞ്ഞു. കോൺഗ്രസാണ് ഈ വിഷയം ഏറ്റവും ആദ്യം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള പിരിവുകൾ നടന്നിട്ടുണ്ടെന്നും ഇപ്പോൾ നടക്കുന്നത് കുടിശ്ശിക പിരിവാണെന്നുമായിരുന്നു KPC അധ്യക്ഷന്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. പിണറായി സർക്കാരിന്റെ മദ്യനയം കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നതിന് തുല്യമാണെന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ആരോപിക്കുന്നുണ്ട്. എന്തായാലും 20 കോടിയിലധികം രൂപ വരുന്ന കോഴ ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തിവിട്ടിരിക്കുന്നത്. ഇതിന് സമാനമായ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരികയുണ്ടായി. മന്ത്രിയുടെ രാജിയാണ് പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. മന്ത്രി മാറി നിന്ന് ഈ അന്വേഷണത്തെ നേരിടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഒപ്പം UDF കാലത്തുണ്ടായിട്ടുള്ള കോഴ ആരോപണത്തിൽ നോട്ടെണ്ണുന്ന മിഷനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നിരവധി തവണ കേട്ടതാണ്. ആ പരാമർശങ്ങൾ തിരിച്ചു വച്ചിരിക്കുകയാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും. ഇപ്പോൾ നോട്ടെണ്ണുന്ന മെഷീൻ ആരുടെ അടുത്താണ് എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ചോദിച്ചത്. എന്തായാലും ഒരു പടി കടന്നുകൊണ്ട് തന്നെയായിരുന്നു VM സുധീരൻ്റെ പ്രസ്താവന. ഇത്തരത്തിൽ സർക്കാർ ഈ ഒരു മദ്യനയത്തിൽ നിന്നും പിന്മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ നിലവിൽ ഉയർന്നിരിക്കുന്ന ആരോപണം CBI അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ മന്ത്രി തന്നെ വിശദീകരണവുമായി രംഗത്ത് വരുന്ന സാഹചര്യവുമുണ്ടായി. ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് മന്ത്രി തന്നെ DGPക്ക് കത്തും നൽകിയിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ. പക്ഷേ ഇനി വരാനിരിക്കുന്നത് ഒരു സഭാകാലമാണ്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഒരു വലിയ പ്രക്ഷോഭകാലത്തിന് കൂടിയാണ് രണ്ടാമത്തെ കോഴ വിവാദം സാക്ഷിയാവുന്നത്.